ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡാണ് IFRS 5 നോൺ കറന്റ് അസറ്റ്സ് ഹെൽഡ് ഫോർ സെയിൽ ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. സോ ആദ്യം എന്താണ് ഈ നോൺ കറന്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരു നോൺ കറന്റ് അസറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് ഈ ഒരു നോൺ കറന്റ് അസറ്റിനെ നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. എന്നിട്ട് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു നോൺ കറന്റ് അസറ്റ് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസും നമ്മുടെ കമ്പനി സാറ്റിസ്ഫൈ ചെയ്യാണ്. സോ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു നോൺ കറന്റ് അസറ്റിനെ ഹെൽഡ് ഫോർ സെയിലിലേക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ അവിടെ പറയുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ഹെൽഡ് ഫോർ സെയിൽ. A non-current asset or disposal group should be classified as held for sale if its carrying amount will be recovered principally through a sale transaction rather than through continuing use. അതായത് നമ്മുടെ കയ്യിലൊരു നോൺ കറന്റ് അസറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമ്മളൊരു നോൺ കറന്റ് അസറ്റ് പർച്ചേസ് ചെയ്യാണ്. ഓക്കെ, ഇത്ര ഒരു എമൗണ്ട്, ഒരു $5,00,000 കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു നോൺ കറന്റ് അസറ്റ് എന്ത് ചെയ്യാണ്? പർച്ചേസ് ചെയ്യാണ്. ഓക്കെ, ആൻഡ് ഈ പർച്ചേസ് ചെയ്യുന്നത് എന്ത് ഉദ്ദേശത്തോടെ ആയിരിക്കും? ഈ ഒരു നോൺ കറന്റ് അസറ്റ് ഉപയോഗിച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തിയിട്ട് ഫ്യൂച്ചറിൽ ക്യാഷ് ഇൻഫ്ലോസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അതായത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു നോൺ കറന്റ് അസറ്റ് മേടിച്ചിട്ടുണ്ടാവുക. ഓക്കെ, സോ നമ്മളിവിടെ $5,00,000 കൊടുത്തിട്ട് ഒരു നോൺ കറന്റ് അസറ്റ് മേടിച്ചു. ആൻഡ് ഈ ഒരു $5,00,000 നമ്മൾ അവിടെ ചിലവാക്കിയത് നമ്മൾ എങ്ങനെയാണ് നോർമലി റിക്കവർ ചെയ്യുന്നത്? ഈ ഒരു നോൺ കറന്റ് അസറ്റിനെ പ്രൊഡക്ഷൻ പർപ്പസിന് ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇൻകം ജനറേറ്റ് ചെയ്തിട്ട്. ഓക്കെ, സോ ഇൻകം ജനറേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു $5,00,000 നമ്മളൊരു നോൺ കറന്റ് അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇറക്കിയ എമൗണ്ട്, അങ്ങനെയാണ് നമ്മൾ റിക്കവർ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ പറയുന്നത് നമ്മൾ ഈ ഒരു നോൺ കറന്റ് അസറ്റിനെ സെല്ല് ചെയ്തിട്ടാണ് അതിൻ്റെ ആ ഒരു എമൗണ്ട് റിക്കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു നോൺ കറന്റ് അസറ്റിനെ IAS 16 പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. പകരം അതിന് IFRS 5 നോൺ കറന്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിലോട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു നോൺ കറന്റ് അസറ്റിനെ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ആ ഒരു നോൺ കറന്റ് അസറ്റിനെ ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു നോൺ കറന്റ് അസറ്റ്, നമ്മൾ ആ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ആ ഒരു നോൺ കറന്റ് അസറ്റ് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു നോൺ കറന്റ് അസറ്റിനെ ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്തൊക്കെയാണ് ആ കണ്ടീഷൻസ് എന്ന് നമുക്ക് നോക്കാം. സോ രണ്ട് കണ്ടീഷൻസ് ആണ് അവിടെ വരുന്നത്. അവിടെ പറയുന്നുണ്ട്, എ നമ്പർ ഓഫ് ഡീറ്റെയിൽ ക്രൈറ്റീരിയ മസ്റ്റ് ബി ബെറ്റ്. എ, ദ അസറ്റ് മസ്റ്റ് ബി അവൈലബിൾ ഫോർ ഇമ്മീഡിയറ്റ് സെയിൽ ഇൻ ഇറ്റ്സ് പ്രസൻറ്റ് കണ്ടീഷൻ. അതായത് നമ്മൾ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആ ഒരു അസറ്റിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ, അതായത് യാതൊരു മോഡിഫിക്കേഷനും കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ ഒരു അസറ്റിനെ സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കമ്പനിയിൽ ഒരു മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കാം. ആൻഡ് ഈ ഒരു മെഷീനെ കമ്പനി സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഓക്കെ, പക്ഷേ ഈ സെല്ല് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഈ ഒരു മെഷീൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഈ ഒരു വർക്ക് ചെയ്യാത്ത മെഷീൻ മേടിക്കാനായിട്ട് കമ്പനിക്ക് ബയേഴ്സ് ഒന്നും കിട്ടില്ല. അപ്പോൾ ബയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യണം? ഈ ഒരു മെഷീനെ റിപ്പയർ ചെയ്യണം. അപ്പം കമ്പനി ഈ ഒരു മെഷീനെ റിപ്പയർ ചെയ്തിട്ട് അതിനൊരു വർക്കിംഗ് കണ്ടീഷനിൽ എത്തിച്ചാൽ മാത്രമേ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു മെഷീനെ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു സിറ്റുവേഷനിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവർ വിൽക്കാൻ വേണ്ടി ഈ ഒരു ഉദ്ദേശിക്കുന്ന ഈ ഒരു മെഷീനെ അവർക്ക് IFRS 5 നോൺ കറന്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? കാരണം ഇപ്പോൾ ആ ഒരു മെഷീൻ എന്ന് പറയുന്നത് വർക്കിംഗ് കണ്ടീഷനിലല്ല, അതായത് ആ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. സോ വർക്ക് ചെയ്യാത്ത മെഷീനെ വർക്ക് ചെയ്യുന്ന രീതിയിലോട്ട് എത്തിച്ചാൽ മാത്രമേ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു മെഷീനെ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അതല്ല വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കമ്പനി ഇതുപോലെ തന്നെ വേറൊരു മെഷീനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഓക്കെ, ആൻഡ് ആ മെഷീൻ എന്ന് പറയുന്നത് ഗുഡ് വർക്കിംഗ് കണ്ടീഷനിലാണ്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു മെഷീനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ ഒരു മെഷീനെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് എന്ത് ചെയ്തു? അവർ ഒരു വെയർ ഹൗസിലോട്ട് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? കമ്പനി ഈ ഒരു മെഷീനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രോക്കേഴ്സിനെ ഹയർ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ബയേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു മെഷീൻ വർക്കിംഗ് കണ്ടീഷനിലാണ്. ഓക്കെ, അതായത് ഈ ഒരു മെഷീൻ്റെ മുകളിൽ ഇനി ഒരു മോഡിഫിക്കേഷനും നടത്തേണ്ട ആവശ്യമില്ല ഈ ഒരു മെഷീനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ തന്നെ ഈ ഒരു മെഷീനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ റെഡിയാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മെഷീനെ നോൺ കറന്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത്.
An asset must be available for immediate sale in its present condition. അതിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണോ ആ ഒരു കണ്ടീഷനിൽ തന്നെ ആ ഒരു അസറ്റിനെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ അസറ്റിനെ നമുക്ക് ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി അടുത്തത് സെക്കൻഡ് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. സോ സെക്കൻഡ് കണ്ടീഷനിൽ പറയുന്നത് ഇറ്റ് സെയിൽ മസ്റ്റ് ബി ഹൈലി പ്രൊബബിൾ, ദാറ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി മോർ ലൈക്ലി ദാൻ നോട്ട്. അതായത് ഈ ഒരു സെയില് നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതൽ ആയിരിക്കണം. സോ വളരെ കൂടുതൽ ചാൻസ് ഉണ്ടാവണം ഈ ഒരു സെയിൽ നടക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അതിനെ അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈലി പ്രൊബബിൾ എന്ന് പറയുന്ന ടേമിലാണ്. ഓക്കെ, സോ എന്താണ് ഈ ഹൈലി പ്രൊബബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സെയിൽ ഹൈലി പ്രൊബബിൾ ആവണം എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് എന്ത് തന്നിട്ടുണ്ട്, കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കണ്ടീഷൻസ് വായിച്ചു നോക്കാം. സോ ഒരു സെയിൽ ഹൈലി പ്രൊബബിൾ ആവണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് മാനേജ്മെൻറ്റ് മസ്റ്റ് ബി കമ്മിറ്റഡ് ടു എ പ്ലാൻ ടു സെൽ ദ അസെറ്റ്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ അസെറ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റഡ് പ്ലാന് മാനേജ്മെൻറ്റിന് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, കമ്പനീൻ്റെ കയ്യിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് അത് കുറേ കാലത്തോളം കമ്പനി യൂസ് ചെയ്യുന്നില്ല. സോ കമ്പനി തീരുമാനിക്കുകയാണ് ഈ ഒരു ബിൽഡിങ്ങിനെ കമ്പനി സെല്ല് ചെയ്യാമെന്ന്. ഓക്കെ, എന്നിട്ട് സെല്ല് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതിന് ശേഷം കമ്പനി എന്ത് ചെയ്യാണ്, ഈ ഒരു ബിൽഡിങ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടി ഏജൻറ്റിനെ അസൈൻ ചെയ്യാണ്. ഓക്കെ, സോ ഒരു പ്രോപ്പർട്ടി ഏജൻറ്റിനെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക, ഈ ഒരു ഏജൻറ്റിൻ്റെ കയ്യിൽ കുറേ പൊട്ടൻഷ്യൽ ബയേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. അതായത് ഈ ഒരു ബിൽഡിങ് വാങ്ങാൻ സാധ്യതയുള്ള കുറേ ബയേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. അവരിലോട്ടൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു പ്രോപ്പർട്ടി ഏജൻറ്റ് ഇന്നൊരു ബിൽഡിംഗ് വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഇൻഫർമേഷൻ അവരിലോട്ട് എത്തിക്കും. ഓക്കെ, സോ അവിടെ പറഞ്ഞു വന്നത്, നമ്മളൊരു അസറ്റിനെ വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു അസറ്റിനെ ഏതൊക്കെ രീതിയിലൊക്കെ വിൽക്കാൻ പറ്റും എന്നുള്ളൊരു പ്ലാൻ ആരുടെ കയ്യിൽ വേണം, മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ വേണം. ആൻഡ് ആ ഒരു പ്ലാൻ ഫോളോ ചെയ്യും വേണം മാനേജ്മെൻറ്റ്. ഓക്കെ, ആ ഒരു പ്ലാൻ ഫോളോ ചെയ്യാനുള്ള കമ്മിറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, മാനേജ്മെൻറ്റ് ആർ കമ്മിറ്റഡ് ടു എ പ്ലാൻ ടു സെൽ ദ അസെറ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ് വായിക്കാം. B. There must be an active program to locate a buyer. അതായത് നമ്മളിവിടെ വിൽക്കാൻ തീരുമാനിച്ച ഈ ഒരു നോൺ കറന്റ് അസറ്റിനെ വാങ്ങാനായിട്ടുള്ള ആൾക്കാരനെ നമ്മൾ എന്ത് ചെയ്യണം, ആക്റ്റീവ്ലി നോക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, സോ അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ഇനി അടുത്തത് തേർഡ് പോയിന്റ്, ദ അസറ്റ് മസ്റ്റ് ബി മാർക്കറ്റഡ് ഫോർ സെയിൽ അറ്റ് എ പ്രൈസ് ദാറ്റ് ഈസ് റീസണബിൾ ഇൻ റിലേഷൻ ടു ഇറ്റ്സ് കറന്റ് ഫെയർ വാല്യൂ. അതായത് നമ്മൾ ഈ ഒരു അസറ്റിനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു അസറ്റിനെ മാർക്കറ്റ് ചെയ്യണം. അതായത് ഇന്നൊരു അസറ്റ് സെയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പെർട്ടിക്കുലർ അസറ്റിനെ മാർക്കറ്റ് ചെയ്യണം. സോ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊരു പ്രൈസിലായിരിക്കണം നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ അസറ്റിനെ മാർക്കറ്റ് ചെയ്യേണ്ടത് വിൽക്കാൻ വേണ്ടിയിട്ട്, എ പ്രൈസ് ദാറ്റ് ഈസ് റീസണബിൾ ഇൻ റിലേഷൻസ് ടു ഇറ്റ്സ് കറന്റ് ഫെയർ വാല്യൂ. അതായത് മാർക്കറ്റിൽ ഈ ഒരു പെർട്ടിക്കുലർ അസറ്റിൻ്റെ എന്താണോ ഫെയർ വാല്യൂ ഉള്ളത്, അല്ലെങ്കിൽ എന്താണോ മാർക്കറ്റ് വാല്യൂ ഉള്ളത്, ആ ഒരു വാല്യൂവിൻ്റെ അടുത്തുള്ള ഒരു എമൗണ്ടിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു പെർട്ടിക്കുലർ അസറ്റിനെ, നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു നോൺ കറന്റ് അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ, ആ ഒരു വാല്യൂവിൽ വേണം നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്യാൻ. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കമ്പനി ഒരു ട്രക്ക് എന്ന് പറയുന്നത് ഒരു നോൺ കറന്റ് അസറ്റാണ്. ഓക്കെ, സോ കമ്പനി ഒരു ട്രക്ക് എന്ത് ചെയ്തു, അവരുടെ ഒരു ട്രക്ക് വിൽക്കാൻ വേണ്ടി എന്ത് ചെയ്തു, തീരുമാനിച്ചു. ഓക്കെ, ആൻഡ് ഈ ഒരു വിൽക്കാൻ വേണ്ടി തീരുമാനിച്ച ഈ ഒരു ട്രക്കിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു $10 lakh ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് നമ്മൾ ഈ ഒരു ട്രക്കിനെ വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഒരു $10.5 lakh ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു റീസണബിൾ പ്രൈസിങ് എന്ന് പറയാൻ പറ്റും. അതായത് മാർക്കറ്റ് വാല്യൂ $10 lakh ആണ്, ആൻഡ് നമ്മൾ അതിനെ എന്ത് ചെയ്തു, 10.5 lakhs വിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അഡ്വർടൈസ് ചെയ്തു, അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്തു. ഓക്കെ, സോ മാർക്കറ്റ് വാല്യൂവിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു പ്രൈസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രക്കിനെ വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നത്, അഡ്വർടൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനെ നമുക്ക് റീസണബിൾ പ്രൈസിങ് എന്ന് പറയാൻ പറ്റും. ഇനി വേറൊരു എക്സാമ്പിളാണ്, ഈ ഒരു ട്രക്കിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 10 lakh ആണ്. ഓക്കെ, പക്ഷേ നമ്മൾ ഈ ഒരു ട്രക്കിനെ ഒരു 25 lakhs വിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, അഡ്വർടൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഒരു റീസണബിൾ പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, കാരണം മാർക്കറ്റിൽ ഈ ഒരു പെർട്ടിക്കുലർ ട്രക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് $10 lakh ആണ്.
സോ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രൈസിലായിരിക്കും ബയ്യേഴ്സ് ഈ ഒരു ട്രക്കിനെ വാങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുക. നേരെ മറിച്ച് മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും കൂടുതൽ ഒരു എമൗണ്ടിലാണ് നമ്മുടെ കമ്പനി ഈ ഒരു ട്രക്കിനെ സെല്ല് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എങ്കിൽ ബയ്യേഴ്സ് ഈ ഒരു ട്രക്കിനെ വാങ്ങോ? കാരണം മാർക്കറ്റിൽ ഇത്രയാണ് വാല്യൂ, അതിനെക്കാട്ടിലും കൂടുതൽ വാല്യൂ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ട്രക്കിനെ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആരെങ്കിലും വന്ന് വാങ്ങോ? ഇല്ല. ഓക്കെ, സോ അതിനെ നമുക്ക് റീസണബിൾ പ്രൈസിങ് എന്ന് പറയാൻ പറ്റില്ല. സോ അതാണ് അവിടെ പറയുന്നത്, ദ അസറ്റ് മസ്റ്റ് ബി മാർക്കറ്റഡ് ഫോർ സെയിൽ അറ്റ് എ പ്രൈസ് ദാറ്റ് ഈസ് റീസണബിൾ ഇൻ റിലേഷൻ ടു ഇറ്റ്സ് കറൻറ്റ് ഫെയർ വാല്യൂ. അതായത് മാർക്കറ്റിൽ എന്താണോ ഒരു പെർട്ടിക്കുലർ നോൺ കറൻറ്റ് അസറ്റിൻ്റെ വാല്യൂ, ആ ഒരു വാല്യൂവിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രൈസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു അസറ്റിനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ. ഓക്കെ, സോ അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. ഇനി അടുത്തത് നെക്സ്റ്റ് പോയിന്റ് വായിക്കാം. The sale should be expected to take place within 1 year from the date of classification. അതായത് എന്നാണോ നമ്മൾ ഈ ഒരു അസറ്റിനെ, ഈ ഒരു നോൺ കറൻറ്റ് അസറ്റിനെ ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്, അന്ന് മുതൽക്ക് വിത്തിൻ 1 ഇയർ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു അസറ്റിനെ വിൽക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരിക്കണം. അതായത് ഏത് ഡേറ്റിലാണോ നമ്മൾ ഈ ഒരു അസറ്റിനെ നോൺ കറൻറ്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്, ആ ഡേറ്റ് മുതൽക്ക് 12 മാസം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റ് മുതൽക്ക് 1 ഇയറിനുള്ളിൽ ഈ ഒരു അസറ്റ് വിറ്റിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ കമ്പനിക്ക് ഉറപ്പ് വേണം. ഓക്കെ, സോ ഇതാണ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ്, it is unlikely that significant changes to the plan will be made or that the plan will be withdrawn. അതായത് കമ്പനി ഒരു പെർട്ടിക്കുലർ നോൺ കറൻറ്റ് അസറ്റിനെ സെയിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തീരുമാനത്തിൽ നിന്ന് കമ്പനി പിന്മാറാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കണം. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ കമ്പനി ഒരു ഓഫീസ് ബിൽഡിംഗ് എന്ത് ചെയ്തു, സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഓക്കെ, സോ തീരുമാനിച്ചതിന് ശേഷം കമ്പനിക്ക് തോന്നാണ്, അല്ലെങ്കിൽ വേണ്ട അതിനിപ്പോൾ സെല്ല് ചെയ്യണ്ട, അതിനെ നമുക്ക് പിന്നെയും കുറച്ച് നാളും കൂടെ യൂസ് ചെയ്തിട്ട് പിന്നെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. സോ ഇങ്ങനത്തെ തീരുമാനങ്ങളിലോട്ട് കമ്പനി എത്താൻ ചാൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു പെർട്ടിക്കുലർ നോൺ കറൻറ്റ് അസറ്റിനെ ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഇതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സോ കമ്പനി ഒരു പെർട്ടിക്കുലർ നോൺ കറൻറ്റ് അസറ്റിനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു തീരുമാനത്തിൽ നിന്ന് കമ്പനി പിന്മാറാനുള്ള ചാൻസ് അവിടെ ഉണ്ടാവരുത്. അല്ലാന്നുണ്ടെങ്കിൽ ആ പിന്മാറാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കണം. ഓക്കെ, സോ അതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. അപ്പം ഈ പോയിന്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു പർട്ടിക്കുലർ അസറ്റിൻ്റെ സെയിൽ ഹൈലി പ്രൊബബിൾ ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ അവിടെ പറയുന്നുണ്ട്, ആൻ അസറ്റ് ക്യാൻ സ്റ്റിൽ ബി ക്ലാസിഫൈഡ് ആസ് ഹെൽഡ് ഫോർ സെയിൽ ഈവൻ ഇഫ് ദ സെയിൽ ഹാസ് നോട്ട് ആക്ച്വലി ടേക്കൺ പ്ലേസ് വിത്തിൻ 1 ഇയർ. Any delay must have been caused by events or circumstances beyond the entity's control, and there must be sufficient evidence that the entity is still committed to sell the asset or disposal group. Otherwise, the entity must cease to classify the asset as held for sale. അതായത് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു, നമ്മളൊരു പർട്ടിക്കുലർ നോൺ കറൻറ്റ് അസറ്റിനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ആൻഡ് ആ ഒരു പർട്ടിക്കുലർ അസറ്റിനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതിന് ശേഷം ആ ഒരു സെയിൽ ഹൈലി പ്രൊബബിൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു അസറ്റിനെ നമ്മൾ 1 കൊല്ലത്തിനുള്ളിൽ സെല്ല് ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പ് വേണമെന്ന്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അസറ്റിനെ ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്തതിന് ശേഷം 1 കൊല്ലത്തിനുള്ളിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ അസറ്റിനെ സെല്ല് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, സോ അവിടെ പറയുന്നത് 1 കൊല്ലത്തിനുള്ളിൽ സെല്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു നോൺ കറൻറ്റ് അസറ്റിനെ ഹെൽഡ് ഫോർ സെയിലിൽ തന്നെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ക്ലാസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിൽ 1 കൊല്ലത്തിനുള്ളിൽ നടക്കാതിരുന്ന കാരണം കമ്പനീൻ്റെ കൺട്രോളിന് പുറമേയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ കമ്പനി ഇപ്പോഴും ആക്റ്റീവായിട്ട് ഈ ഒരു പർട്ടിക്കുലർ നോൺ കറൻറ്റ് അസറ്റിനെ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതുപോലെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അവിടെ സഫീഷ്യൻ്റായ എവിഡൻസ് വേണം. ഓക്കെ, സോ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ നോൺ കറൻറ്റ് അസറ്റിനെ 1 കൊല്ലത്തിനുള്ളിൽ സെയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നോൺ കറൻറ്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ തന്നെ ഈ ഒരു പർട്ടിക്കുലർ നോൺ കറൻറ്റ് അസറ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വേറൊരു പോയിന്റ് അവിടെ പറയുന്നുണ്ട്, ഡിസ്പോസൽ ഗ്രൂപ്പ്. സോ എന്താണ് ഈ ഡിസ്പോസൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
A group of assets to be disposed of by sale or otherwise together as a group in a single transaction and liabilities directly associated with those assets that will be transferred in the transaction. In practice, a disposal group could be a subsidiary, a cash generating unit, or a single operation within an entity. സോ ഒരു ഡിസ്പോസൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റിനെയാണ്. ഓക്കെ, സോ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റിനെ ഒരുമിച്ച് കമ്പനി വിൽക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിസ്പോസൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് ഈ ഒരു ഡിസ്പോസൽ ഗ്രൂപ്പിൽ ഉണ്ടാവുന്നത്? നോൺ കറൻറ്റ് അസറ്റ് ഉണ്ടാവും, പിന്നെ കറൻറ്റ് അസറ്റ് ഉണ്ടാവും, പിന്നെ അതുപോലെ ലയബിലിറ്റീസ് ഉണ്ടാവും. ഓക്കെ, സോ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തതിനെയാണ് നമ്മളൊരു ഡിസ്പോസൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഇതിനെല്ലാത്തിനെയും ഒരുമിച്ച് ആണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിന് കമ്പനി വിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിസ്പോസൽ ഗ്രൂപ്പ്. സോ ഡിസ്പോസൽ ഗ്രൂപ്പിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കമ്പനി ഒരു ഫാക്ടറി വിൽക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു. ഓക്കെ, സോ ഈ ഒരു ഫാക്ടറി എന്ന് പറയുന്നത് ഫർണിച്ചേഴ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. ഓക്കെ, സോ കമ്പനി ഒരു എൻറ്റയർ ഫാക്ടറീനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അവിടെ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫാക്ടറിയിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ടാവും. അതുപോലെ ഈ ഒരു ഫാക്ടറിൻ്റെ ഉള്ളിൽ മെഷീൻസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ റോ മെറ്റീരിയൽസ് ഉണ്ടാവും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? ഈ ഒരു ഫാക്ടറിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ലയബിലിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ലോണുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഉണ്ടാവും. ഓക്കെ, സോ ഇതെല്ലാം കൂടെ ഒരു ഫുൾ പാക്കേജിൽ കമ്പനി വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ തീരുമാനിക്കുകയാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്പോസൽ ഗ്രൂപ്പ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡിസ്പോസൽ ഗ്രൂപ്പിൻ്റെ വേറെ കുറച്ച് എക്സാമ്പിൾസ് ആണ് സബ്സിഡറി. ഓക്കെ, അതായത് പാരന്റ് കമ്പനി അവൻ്റെ ഒരു സബ്സിഡറി കമ്പനീനെ മുഴുവനായിട്ട് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ്. സോ ഈ ഒരു സബ്സിഡറിനെ നമുക്ക് ഡിസ്പോസൽ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റും. പിന്നെ വേറൊരു എക്സാമ്പിളാണ് ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ വേറെ എക്സാമ്പിളാണ് സിംഗിൾ ഓപ്പറേഷൻ വിത്തിൻ ആൻ എൻറ്റിറ്റി. സോ ഇതൊക്കെ ഒരു ഡിസ്പോസൽ ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, പിന്നെ അവിടെ പറയുന്നുണ്ട്, if an entity acquires a disposal group, example a subsidiary, exclusively with a view to its subsequent disposal, it can classify the asset as held for sale only if the sale is expected to take place within 1 year and it is highly probable that all the other criteria will be met within a short time, normally 3 months. അതായത് നമ്മുടെ കമ്പനി വേറൊരു കമ്പനീനെ എന്ത് ചെയ്യാണ്, വേറൊരു കമ്പനീൻ്റെ 100% എന്ത് ചെയ്യാണ്, വാങ്ങാണ്. ഓക്കെ, സോ അതിനർത്ഥം എന്താണ്? നമ്മുടെ കമ്പനി പാരന്റ് കമ്പനി, ഈ ഒരു വാങ്ങുന്ന കമ്പനി സബ്സിഡറി കമ്പനിയാണ്. ഓക്കെ, സോ ഈ ഒരു സബ്സിഡറി കമ്പനീനെ നമ്മൾ വാങ്ങുന്നത് ആ ഒരു സബ്സിഡറി കമ്പനീനെ വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ സെല്ല് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കമ്പനീനെ പർച്ചേസ് ചെയ്യുന്നത് തന്നെ ആ ഒരു പർട്ടിക്കുലർ കമ്പനീനെ കുറച്ച് നാളിനുള്ളിൽ തന്നെ സെല്ല് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. എങ്കിൽ നമുക്ക് ആ ഒരു സബ്സിഡറി കമ്പനീനെ എന്ത് ചെയ്യാൻ പറ്റും? ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ 2 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷനാണ് ദ സെയിൽ ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാപ്പൻ വിത്തിൻ 1 year. അതായത് നമ്മളിവിടെ ഈ ഒരു സബ്സിഡറി കമ്പനീനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കമ്പനീനെ പർച്ചേസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ പർച്ചേസ് ചെയ്തതിന് ശേഷം 1 കൊല്ലത്തിനുള്ളിൽ ഈ ഒരു സബ്സിഡറി കമ്പനീനെ നമ്മൾ എന്ത് ചെയ്യണം? സെല്ല് ചെയ്യണം. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. പിന്നെ സെക്കൻഡ് കണ്ടീഷനാണ് ഇറ്റ് ഈസ് ഹൈലി പ്രോബബിൾ ദാറ്റ് ദ റെസ്റ്റ് ഓഫ് ദ IFRS 5 കണ്ടീഷൻസ് വിൽ ബി മെറ്റ് വെരി സൂൺ, യൂഷ്വലി വിത്തിൻ 3 months. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈലി പ്രോബബിൾ, ഒരു സെയിൽ ഹൈലി പ്രോബബിൾ ആവണം എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടെന്ന്. ഓക്കെ, സോ ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം, ഈ ഒരു ഹൈലി പ്രോബബിളിൻ്റെ കണ്ടീഷൻസ് എല്ലാം 3 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? ഈ ഒരു സബ്സിഡറി കമ്പനീനെ പർച്ചേസ് ചെയ്തതിന് ശേഷം 3 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? മീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സബ്സിഡറി കമ്പനീനെ ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു സബ്സിഡറി കമ്പനീനെ ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പിന്നെ അവിടെ പറയുന്നത് an asset that is to be abandoned should not be classified as held for sale. This is because its carrying amount will be recovered principally through continuing use. However, a disposal group to be abandoned may meet the definition of a discontinued operation and therefore separate disclosures may be required. അതായത് കമ്പനി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആസറ്റിനെ നോ ലോങ്ങർ യൂസ് ചെയ്യുന്നില്ല
ഇനി ആ ഒരു അസറ്റിനെ യൂസ് ചെയ്യുന്നില്ല, ഓക്കെ, അബാൻഡൻ ചെയ്യാണ്, പക്ഷേ ആ ഒരു അസറ്റിനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സോ അത്തരം അസറ്റ്സിനെ നമുക്ക് ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, കമ്പനീൻ്റെ കയ്യിൽ ഒരു മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കുക, ആൻഡ് ഈ ഒരു മെഷീൻ ഇപ്പോൾ വളരെ പഴയതായിരിക്കുകയാണ്, ഓക്കെ. അപ്പം ഒരു 2 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാണ്, 2 മാസം കൂടെ ഇനി ആ ഒരു മെഷീൻ കമ്പനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 2 മാസം കഴിഞ്ഞാൽ ആ ഒരു മെഷീൻ്റെ യൂസ് കമ്പനി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും, ഓക്കെ. അപ്പം 2 മാസം കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പെർട്ടിക്കുലർ മെഷീനെ നമുക്ക് ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? കാരണം 2 മാസം കഴിഞ്ഞിട്ട് ഈ ഒരു പെർട്ടിക്കുലർ മെഷീൻ യൂസ് ചെയ്യുന്നത് മാത്രമേ കമ്പനി അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളൂ. പകരം ഈ ഒരു മെഷീനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നില്ല, ഓക്കെ. സോ കമ്പനി ഒരു അസറ്റിനെ അബാൻഡൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു അസറ്റിനെ യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അസറ്റിനെ നമുക്ക് ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. സോ അതാണ് അവിടെ പറയുന്നത്, ഓക്കെ. ഇനി അടുത്തത് നമ്മൾ മെഷർമെൻ്റ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ നോൺ കറൻറ്റ് അസറ്റിനെ ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഏത് വാല്യൂവിൽ വേണം ഈ ഒരു നോൺ കറൻറ്റ് അസറ്റിനെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ. സോ അവിടെ പറയുന്നുണ്ട്, എ നോൺ കറൻറ്റ് അസറ്റ് ദാറ്റ് ഈസ് ഹെൽഡ് ഫോർ സെയിൽ ഷുഡ് ബി മെഷേർഡ് അറ്റ് ദ ലോവർ ഓഫ് ഇറ്റ്സ് ക്യാരിങ് എമൗണ്ട് ആൻഡ് ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ. അതായത് ഏത് ഡേറ്റിലാണോ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ അസറ്റിനെ നോൺ കറൻറ്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്, ആ ഒരു ഡേറ്റിൽ ഈ ഒരു അസറ്റിൻ്റെ, ഈ ഒരു നോൺ കറൻറ്റ് അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ നമ്മൾ എടുക്കും. എങ്ങനെയാണ് നമ്മൾ ക്യാരിങ് വാല്യൂ കണ്ടുപിടിക്കുന്നത്? ഒരു അസറ്റിൻ്റെ കോസ്റ്റിൽ നിന്ന് നമ്മൾ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു അസറ്റിൻ്റെ, ഈ ഒരു നോൺ കറൻറ്റ് അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ കിട്ടും, ഓക്കെ. സോ ക്യാരിങ് വാല്യൂ നമ്മൾ എടുക്കും. അതുപോലെ തന്നെ ഈ ഒരു അസറ്റിനെ ഏത് ഡേറ്റിലാണോ നോൺ കറൻറ്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്, ആ ഒരു ഡേറ്റിൽ ഈ ഒരു അസറ്റിൻ്റെ ഫെയർ വാല്യൂ എടുക്കും, ഓക്കെ. ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ. അതായത് ഫെയർ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു പർട്ടിക്കുലർ അസറ്റിനെ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ട് നമുക്ക് എത്ര വാല്യൂ കിട്ടും, അതിനാണ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. ഫെയർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ, ഓക്കെ. ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ, ഈ ഒരു പർട്ടിക്കുലർ അസറ്റിനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എടുക്കുന്ന കോസ്റ്റ്, ഓക്കെ, അതിനെയാണ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ഏത് ഡേറ്റിലാണോ ഈ ഒരു പർട്ടിക്കുലർ നോൺ കറൻറ്റ് അസറ്റിനെ ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്, ആ ഡേറ്റിൽ ഈ ഒരു നോൺ കറൻറ്റ് അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ നമ്മൾ എടുക്കും. അതുപോലെ തന്നെ ഈ ഒരു നോൺ കറൻറ്റ് അസറ്റിൻ്റെ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസലും നമ്മൾ എടുക്കും, ഓക്കെ. എന്നിട്ട് ഈ 2 വാല്യൂവിൽ ഏത് വാല്യൂ ആണോ ലോവർ, ഏത് വാല്യൂ ആണോ കുറവ്, ആ ഒരു എമൗണ്ട് ആണ് നമ്മൾ ഈ ഒരു നോൺ കറൻറ്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിക്കുന്നത്, ഓക്കെ. പിന്നെ അവിടെ പറയുന്നുണ്ട്, if the fair value of an asset less cost of disposal is lower than carrying amount, an impairment loss should be recognized. An impairment loss on an asset held under IFRS 5 is charged to profit or loss. അതായത് നമ്മളിവിടെ ഇപ്പം ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസലും എടുക്കും, അതുപോലെ തന്നെ ക്യാരിങ് എമൗണ്ടും എടുക്കും, അല്ലേ? അതായത് നോൺ കറൻറ്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിലോട്ട് നമ്മൾ എപ്പോഴാണോ ആ നോൺ കറൻറ്റ് അസറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, ആ ഒരു ഡേറ്റിൽ നമ്മൾ ഈ 2 വാല്യൂവിൽ ഏത് വാല്യൂ ആണോ ലോവർ, ആ വാല്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു NCA ഹെൽഡ് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂവിലാണ് നമ്മൾ ആ ഒരു എമൗണ്ട് എഴുതുന്നത്, ഓക്കെ. ആ ഒരു പർട്ടിക്കുലർ നോൺ കറൻറ്റ് അസറ്റിൻ്റെ വാല്യൂ കാണിക്കുന്നത്, ഓക്കെ. സോ നമ്മൾ ഈ 2 വാല്യൂ എടുക്കുന്ന സമയത്ത് ഈ ഒരു നോൺ കറൻറ്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിലിൻ്റെ ക്യാരിങ് വാല്യൂ അതിൻ്റെ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസലിനെ കാട്ടിലും കൂടുതലാണെന്ന് വിചാരിക്കാം. അതിനർത്ഥം അവിടെ ഒരു ഇമ്പയർമെൻറ്റ് ലോസ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്, ഓക്കെ. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മൾ സെല്ല് ചെയ്യാൻ തീരുമാനിച്ച നോൺ കറൻറ്റ് അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത് $200 ആണെന്ന് വിചാരിക്കാം. ആൻഡ് ഈ ഒരു നോൺ കറൻറ്റ് അസറ്റിൻ്റെ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ എന്ന് പറയുന്നത് $150 ആണെന്ന് വിചാരിക്കാം, ഓക്കെ. സോ ഈ ഒരു അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത് $200 ആണ്. ആൻഡ് മാർക്കറ്റ് വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ എന്ന് പറയുന്നത് $150 ആണ്, ഓക്കെ. സോ അതിനർത്ഥം എന്താണ്? മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു അസറ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം $150 കിട്ടുള്ളൂ, ഓക്കെ. പക്ഷേ നമ്മുടെ ബുക്സിൽ ഇപ്പം ഈ ഒരു അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത് $200 ആണ്, ഓക്കെ. പക്ഷേ നമ്മൾ ഈ ഒരു അസറ്റിനെ സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം എത്ര രൂപയെ കിട്ടുള്ളൂ? $150 കിട്ടുള്ളൂ, ഓക്കെ. സോ അതിനർത്ഥം ഈ ഒരു അസറ്റിന് ഒരു ഇമ്പയർമെൻറ്റ് ലോസ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. എത്രയായിരിക്കും അപ്പോൾ ഇമ്പയർമെൻറ്റ് ലോസ് സംഭവിച്ചിട്ടുണ്ടാവുക? which is equal to $50, ഓക്കെ. അപ്പം ഈ ഒരു $50 നമ്മൾ എവിടെയാണ് കാണിക്കുക? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും, ഓക്കെ. സോ അതാണ് അതിവിടെ പറയുന്നത്. പിന്നെ അവിടെ പറയുന്നത്, നോൺ കറൻറ്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ഷുഡ് നോട്ട് ബി ഡിപ്രീസിയേറ്റഡ്.
ഈവൻ ഇഫ് ദേ ആർ സ്റ്റിൽ ബീങ് യൂസ്ഡ് ബൈ ദ എൻറ്റിറ്റി. അതായത് നമ്മളൊരു നോൺ കറൻറ്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു നോൺ കറൻറ്റ് അസറ്റിനെ എന്ത് ചെയ്യാൻ പാടില്ല, ഡിപ്രിസിയേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ അവിടെ പറയുന്നുണ്ട് a non-current asset or disposal group that is no longer classified as held for sale, for example because the sale has not taken place within 1 year, is measured at the lower of a its carrying amount before it was classified as held for sale, adjusted for any depreciation that would have been charged had the asset not been held for sale, b its recoverable amount at the date of the decision not to sell. അതായത് നമ്മളൊരു അസറ്റിനെ നോൺ കറൻറ്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്തു, എന്നിട്ട് പിന്നീട് സപ്പോസ് ഇപ്പം ഒരു കൊല്ലത്തിനുള്ളിൽ നമുക്ക് ആ ഒരു അസറ്റിനെ സെല്ല് ചെയ്യാൻ പറ്റിയില്ല ആൻഡ് അത് സെല്ല് ചെയ്യാണ്ടാണ് കമ്പനി തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ ആ ഒരു നോൺ കറൻറ്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിലിനെ പിന്നീട് മെഷർ ചെയ്യേണ്ടത്? ഓക്കെ, സോ ആ തീരുമാനിക്കുന്ന ഡേറ്റിൽ പിന്നെ നോ ലോങ്ങർ ആ ഒരു നോൺ കറൻറ്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിലോട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും ആ ഒരു നോൺ കറൻറ്റ് അസറ്റിനെ IAS 16 PP എന്ത് ചെയ്യണം, തിരിച്ച് ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ, സോ തിരിച്ച് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഏത് വാല്യൂവിലാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ നോൺ കറൻറ്റ് അസറ്റിനെ മെഷർ ചെയ്യുന്നത്, അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സോ അവിടെ പറയുന്നത് ഈസ് മെഷർഡ് അറ്റ് ദ ലോവർ ഓഫ് എ ഇറ്റ്സ് ക്യാരിങ് എമൗണ്ട് ബിഫോർ ഇറ്റ് വാസ് ക്ലാസിഫൈഡ് ആസ് ഹെൽഡ് ഫോർ സെയിൽ, അഡ്ജസ്റ്റഡ് ഫോർ എനി ഡിപ്രിസിയേഷൻ ദാറ്റ് വുഡ് ഹാവ് ബീൻ ചാർജ്ഡ് ഹാഡ് ദ അസറ്റ് നോട്ട് ബീൻ ഹെൽഡ് ഫോർ സെയിൽ. അതായത് നമ്മളിപ്പം ഈ ഒരു നോൺ കറൻറ്റ് അസറ്റിനെ ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു നോൺ കറൻറ്റ് അസറ്റിൽ നിന്ന് ഡിപ്രിസിയേഷനൊക്കെ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. ഓക്കെ, സോ നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഡേറ്റിൽ ഈ ഒരു നോൺ കറൻറ്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് വിചാരിക്കുക. സോ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യില്ല, ഈ ഒരു നോൺ കറൻറ്റ് അസറ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ ഒന്നും മൈനസ് ചെയ്യില്ല. ഓക്കെ, സോ ഇവിടെ നമ്മളടുത്ത് പറയുന്നത് അപ്പം നമ്മൾ ഏതൊക്കെ എമൗണ്ട് ആണ് ഇവിടെ എടുക്കുന്നത്? ഫസ്റ്റ് വൺ ആണ് നമ്മളിപ്പം ഈ ഒരു നോൺ കറൻറ്റ് അസറ്റിനെ ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈയേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് വരയ്ക്ക് നമ്മൾ എത്രത്തോളം ഡിപ്രിസിയേഷൻ ഈ ഒരു നോൺ കറൻറ്റ് അസറ്റിൽ നിന്ന് ചാർജ് ചെയ്യുമോ അതൊക്കെ മൈനസ് ചെയ്തിട്ട് എന്താണ് ഈ ഒരു നോൺ കറൻറ്റ് അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് വൺ. പിന്നെ സെക്കൻഡ് വൺ എന്താണ്? ബി റിക്കവറബിൾ എമൗണ്ട് അറ്റ് ദ ഡേറ്റ് ഓഫ് ഡിസിഷൻ നോട്ട് ടു സെൽ. അതായത് നമ്മളിപ്പോൾ ഈ ഒരു നോൺ കറൻറ്റ് അസറ്റിനെ നോ ലോങ്ങർ NCA ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യേണ്ടെന്ന് വിചാരിക്കുകയാണ്. അതായത് ഇനി ആ ഒരു നോൺ കറൻറ്റ് അസറ്റിനെ സെല്ല് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്ന ആ ഒരു ഡേറ്റിൽ ഈ ഒരു നോൺ കറൻറ്റ് അസറ്റിൻ്റെ റിക്കവറബിൾ എമൗണ്ട് എന്താണ്? ഓക്കെ, സോ ഈ രണ്ട് എമൗണ്ടും നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിലേതാണോ ലോവർ ആ ഒരു വാല്യൂലാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു നോൺ കറൻറ്റ് അസറ്റിനെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1st January 2024 നമ്മുടെ കയ്യിൽ ഒരു മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ 1st January 2024 നമ്മൾ ഈ ഒരു മെഷീനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു മെഷീനെ നോൺ കറൻറ്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡേറ്റിൽ ഈ ഒരു മെഷീൻ്റെ ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത് $100 ആണെന്ന് വിചാരിക്കുക. ആൻഡ് ആ ഒരു ഡേറ്റിൽ ഈ ഒരു മെഷീൻ്റെ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 10 years ആണെന്ന് വിചാരിക്കുക. ഓക്കെ, പിന്നെ ആ ഒരു ഡേറ്റിൽ ഈ ഒരു മെഷീൻ്റെ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ എന്ന് പറയുന്നത് $95 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, ക്യാരിങ് വാല്യൂം ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസലും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് എമൗണ്ട് ആണോ ലോവർ ആ എമൗണ്ടിൽ എന്ത് ചെയ്യും, ഈ ഒരു നോൺ കറൻറ്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു എമൗണ്ടിലായിരിക്കും നമ്മൾ പിന്നെ ആ ഒരു വാല്യൂ കാണിക്കുന്നത്, ആ ഒരു അസറ്റിൻ്റെ വാല്യൂ കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഏത് വാല്യൂവിലാണ് നമ്മൾ കാണിക്കുക? $95. ഓക്കെ, സോ നമ്മളിപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് ക്യാരിങ് വാല്യൂ $100 ആണ്, ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ എന്ന് പറയുന്നത് $95 ആണ്. അതിനർത്ഥം എന്താണ്, അവിടെ ഒരു ഇമ്പയർമെൻറ്റ് ലോസ് സംഭവിച്ചിട്ടുണ്ട്. എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു $5. ഇതിന് നമ്മൾ എവിടെ കാണിക്കും? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ, പിന്നെ സോ ഒരു കൊല്ലമായി നമ്മൾ 1st January 2024 ഈ ഒരു നോൺ കറൻറ്റ് അസറ്റിനെ ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് 1st January 2025. സോ 1st January 2025 ആയ സമയത്ത് കമ്പനിക്ക് തോന്നുകയാണ് ഇനി ഈ ഒരു അസറ്റിനെ സെല്ല് ചെയ്യേണ്ടതാണ്. അതായത് ആ സമയം വരെ അത് സെല്ലായി പോയിട്ടില്ല. സോ 1st January 2025 കമ്പനിക്ക് തോന്നുകയാണ് ഇനി ഇതിനെ സെല്ല് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ കമ്പനി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ്, NCA ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്ത അസറ്റിനെ IAS 16 BP തിരിച്ച് റീക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, സോ റീക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ വാല്യൂസ് ആണ് കമ്പയർ ചെയ്യുന്നത്? ഒന്ന് ക്യാരിങ് വാല്യൂ, അതായത് ഈ ഒരു പർട്ടിക്കുലർ നോൺ കറൻറ്റ് അസറ്റിനെ നമ്മൾ NCA ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റിൽ എത്രയായിരിക്കും ഈ ഒരു നോൺ കറൻറ്റ് അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ അതെടുക്കും. ആൻഡ് പിന്നെ രണ്ടാമത്തത് റിക്കവറബിൾ എമൗണ്ട് എടുക്കും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം,
1 ജനുവരി 2025 ഈ ഒരു മെഷീൻ്റെ ക്യാരിങ് വാല്യൂ എത്രയാണെന്ന് കണ്ടെത്താം. ഓക്കെ, സോ 1 ജനുവരി 2024 ഈ ഒരു മെഷീൻ്റെ ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത് $100 ആയിരുന്നു. ആൻഡ് ആ ഒരു ഡേറ്റിൽ ഈ ഒരു മെഷീൻ്റെ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 10 years ആയിരുന്നു. ഓക്കെ, സോ നമ്മൾ പെർ ഇയർ ഡിപ്രിസിയേഷൻ അപ്പോൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? $100 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 10. ഓക്കെ, സോ പെർ ഇയർ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പം 1 ജനുവരി 2024 നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യും. ഓക്കെ, സോ $100 ആയിരുന്നു ക്യാരിങ് വാല്യൂ. ഡിപ്രിസിയേഷൻ 10 നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയായിരിക്കും വാല്യൂ? 1 ജനുവരി 2025 ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത് $90 ആണ്. ഓക്കെ, സോ നമുക്ക് ക്യാരിങ് വാല്യൂ കിട്ടി. എന്നിട്ട് 1 ജനുവരി 2025 ഈ ഒരു മെഷീൻ്റെ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് $85 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇപ്പോൾ ക്യാരിങ് വാല്യൂയും കിട്ടി, റിക്കവറബിൾ എമൗണ്ടും കിട്ടി. ഇതിലേതാണ് ലോവർ? റിക്കവറബിൾ എമൗണ്ട് ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു മെഷീനെ $85 എന്ത് ചെയ്യും? വാല്യൂ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമ്മളവിടെ നോക്കുന്ന സമയത്ത് ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത് $90 ആണ് ആൻഡ് റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് $85 ആണ്. ഓക്കെ, സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് IAS 16 അല്ല, IAS 36 ഇമ്പയർമെൻറ്റ് ഓഫ് അസറ്റ്സിൽ ഒരു അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ അതിൻ്റെ റിക്കവറബിൾ എമൗണ്ടിനെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അവിടെ ഒരു ഇമ്പയർമെൻറ്റ് ലോസ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇവിടെയും ഒരു ഇമ്പയർമെൻറ്റ് ലോസ് സംഭവിച്ചിട്ടുണ്ട്. എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു $5. അതായത് ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത് $90 ആണ്, റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് $85 ആണ്. സോ അതിനർത്ഥം അവിടെ ഒരു ഇമ്പയർമെൻറ്റ് ലോസ് സംഭവിച്ചിട്ടുണ്ട്. സോ ഇമ്പയർമെൻറ്റ് ലോസ് ആയ $5 നമ്മൾ എന്ത് ചെയ്യും? 1 ജനുവരി 2025 എന്ത് ചെയ്യും? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ കാണിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു നോൺ കറൻറ്റ് അസറ്റിന് $85 എന്ത് ചെയ്യും? $85 ക്യാരിങ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഈ ഒരു അസറ്റിനെ നമ്മൾ നോർമലി എന്ത് ചെയ്യും? ഡിപ്രിസിയേറ്റ് ചെയ്യും. ഓക്കെ, അതായത് നോർമലി എങ്ങനെയാണോ നമ്മൾ IAS 16 PPനെ ട്രീറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു അസറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ട് ആ രീതിയിലാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് മെഷർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അവിടെ പറയുന്നത് പ്രസൻറ്റേഷൻ ഓഫ് എ നോൺ കറൻറ്റ് അസറ്റ് ഓർ ഡിസ്പോസൽ ഗ്രൂപ്പ് ക്ലാസിഫൈഡ് ആസ് ഹെൽഡ് ഫോർ സെയിൽ ആണ്. ഓക്കെ, അതായത് നമ്മളൊരു നോൺ കറൻറ്റ് അസറ്റിനെ ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്? അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു നോൺ കറൻറ്റ് അസറ്റിനെ ഹെൽഡ് ഫോർ സെയിലോട്ട് ക്ലാസിഫൈ ചെയ്തു ആൻഡ് അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ നോൺ കറൻറ്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിലിനെ എവിടെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ കാണിക്കേണ്ടത്? കറൻറ്റ് അസറ്റ്സിൻ്റെ അണ്ടറിൽ നോൺ കറൻറ്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ വാല്യൂ കാണിക്കും. ഓക്കെ, കറൻറ്റ് അസറ്റ്സിൻ്റെ അണ്ടറിലാണ് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് NCA ഹെൽഡ് ഫോർ സെയിലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ: As of 30th September 2013, the value of Dune's property in its statement of financial position comprised cost, useful life 15 years, $45 million, accumulated depreciation $6 million. On 1st April 2014, Dune decided to sell the property. The property is being marketed by a property agent at a price of $42 million, which was considered a reasonably achievable price at that date. The expected cost to sell have been agreed at $1 million. Recent market transactions suggest that actual sales price achieved for this type of property in the current market conditions are 10% less than the price at which they are marketed. At 30th September 2014, the property has not been sold. At what value should the property be reported in Dune's statement of financial position as at 30th September 2014? സോ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? 1st April 2014 ഡ്യൂൺ എന്ന് പറയുന്ന കമ്പനി അവരുടെ ഒരു പ്രോപ്പർട്ടി സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഓക്കെ, ആൻഡ് തീരുമാനിച്ചതിന് ശേഷം ആ ഒരു പ്രോപ്പർട്ടീനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ബൈ എ പ്രോപ്പർട്ടി ഏജൻറ്റ് അറ്റ് എ പ്രൈസ് ഓഫ് $42 million. അതായത് $42 million സെല്ല് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോപ്പർട്ടീനെ ഡ്യൂണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് വാസ് കൺസിഡർഡ് എ റീസണബിളി അച്ചീവബിൾ പ്രൈസ് അറ്റ് ദ ഡേറ്റ്. ഓക്കെ, The expected cost to sell have been agreed at $1 million. അതായത് കോസ്റ്റ് ടു സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇൻകർ ആവുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് $1 million ആണ്. ഓക്കെ, പിന്നെ പറയുന്നത് റീസെൻറ്റ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ സജസ്റ്റ് ദാറ്റ് ആക്ച്വൽ സെയിൽസ് പ്രൈസ് അച്ചീവ്ഡ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ഇൻ ദ കറൻറ്റ് മാർക്കറ്റ് കണ്ടീഷൻസ് ആർ 10% ലെസ് ദാൻ ദ പ്രൈസ് അറ്റ് വിച്ച് ദേ ആർ മാർക്കറ്റഡ്. അതായത് നമ്മൾ ഏതൊരു പ്രൈസിൽ ഈ ഒരു പ്രോപ്പർട്ടീനെ സെല്ല് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യുന്നോ ആ ഒരു പ്രൈസിനെക്കാട്ടിലും 10% കുറവ് എമൗണ്ടിലായിരിക്കും നമുക്ക് കറൻറ്റ് മാർക്കറ്റ് കണ്ടീഷൻസൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഈ ഒരു പ്രോപ്പർട്ടീനെ സെല്ല് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ അവിടെ നോക്കുന്ന സമയത്ത്
നമ്മൾ $42 million ഈ ഒരു പ്രോപ്പർട്ടീനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ $42 million നിന്ന് 10% ലെസ് ആയിട്ടുള്ള എമൗണ്ടിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പ്രോപ്പർട്ടീനെ കറണ്ട് മാർക്കറ്റ് കണ്ടീഷൻസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് അവിടെ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, at 30 September 2014 the property has not been sold. So year endൽ അവർ പ്രോപ്പർട്ടി അവർ അപ്പോഴും സെല്ല് ചെയ്തിട്ടില്ല. ഓക്കെ, at what value should the property be reported in Dune's statement of financial position as at 30 September 2014? സോ ഇയർ എൻഡിൽ ഏത് വാല്യൂലാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടീനെ എന്ത് ചെയ്യേണ്ടത്, വാല്യൂ ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ. ഓക്കെ, സോ ഏതൊരു ഡേറ്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടീനെ സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കമ്പനി അവിടെ തീരുമാനിക്കുന്നത്? 1st April 2014. ഓക്കെ, സോ 1st April 2014 നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രോപ്പർട്ടീനെ NCA held for saleലോട്ട് ക്ലാസിഫൈ ചെയ്യണം. സോ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഏത് വാല്യൂലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ഏതൊക്കെ വാല്യൂസ് ആണ് നമ്മളവിടെ എടുക്കേണ്ടത്? ഒന്ന് ക്യാരിങ് വാല്യൂ, പിന്നെ ഒന്ന് ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ. ഓക്കെ, സോ ഇവിടെ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ക്യാരിങ് വാല്യൂ ആണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം ക്യാരിങ് വാല്യൂ എത്രയാണ് വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ ക്യാരിങ് വാല്യൂ കണ്ടെത്തേണ്ടത്? ഇവിടെ നമുക്ക് ഈ ഒരു മെഷീൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട് ആൻഡ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് അവിടെ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ 30 September 2013 വരയ്ക്കുള്ള അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ട്, അതാണ് $6 million. ഓക്കെ, സോ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ കോസ്റ്റായ $45 million നിന്ന് ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷനായ $6 million നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡേറ്റിലെ വാല്യൂ ആണ് ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ നമുക്ക് കിട്ടുന്നത്? 1st October 2013 വാല്യൂ, അതായത് ഇയർ സ്റ്റാർട്ടിലെ വാല്യൂ. ഇയർ സ്റ്റാർട്ട് എന്ന് പറയുന്നത് 1st October 2013 ആണ്. നമ്മുടെ ഇയർ എൻഡ് എപ്പോഴാണ്? 30 September 2014 ആണ് അല്ലേ? അപ്പം എപ്പോഴായിരിക്കും ഇയർ സ്റ്റാർട്ട് വരുന്നത്? 1st October 2013. ഓക്കെ, സോ കോസ്റ്റിൽ നിന്ന് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1st October 2013 ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ക്യാരിങ് വാല്യൂ കിട്ടും. ഓക്കെ, സോ ആദ്യം അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ ക്യാരിങ് വാല്യൂ അറ്റ് 1st October 2013 which is equal to 45,000 minus 6,000 which is equal to 39,000 വരും. ഓക്കെ, സോ 1st October 2013 ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത് 39,000 ആണ്. ഓക്കെ, പക്ഷേ നമുക്കിവിടെ 1st October 2013 ക്യാരിങ് വാല്യൂ ആണോ വേണ്ടത്? അല്ല, നമ്മൾ ഏത് ഡേറ്റിലാണോ ഈ ഒരു പ്രോപ്പർട്ടീനെ NCA held for saleലോട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ആ ഒരു ഡേറ്റിലെ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ക്യാരിങ് വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ ആ ഒരു ഡേറ്റ് എപ്പോഴാണ്? 1st April 2014. 1st April 2014 ഡ്യൂൺ എന്ന് പറയുന്ന കമ്പനി ഈ ഒരു പ്രോപ്പർട്ടീനെ സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ഡേറ്റിലെ ക്യാരിങ് വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പം ആ ഒരു ഡേറ്റിലെ ക്യാരിങ് വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? 1st October 2013 മുതൽക്ക് 1st April 2014 വരെ എത്ര സമയമാണ് അവിടെ ഉള്ളത് നോക്കണം. എത്ര സമയമാണ്? ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. ഓക്കെ, സോ 6 മാസമാണ്. 1st October 2013 മുതൽക്ക് 1st April 2014 വരയ്ക്ക് അവിടെ 6 മാസമാണ് വരുന്നത്. സോ 6 മാസത്തെ ഡിപ്രിസിയേഷൻ കൂടെ നമ്മൾ ഒരു 39,000 നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1st April 2014 ക്യാരിങ് വാല്യൂ കിട്ടും. ഓക്കെ, സോ നമുക്ക് 6 മാസത്തെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ എങ്ങനെയാണ് 6 മാസത്തെ ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് $45 million ആണ്. ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 15 years ആണ്. ഓക്കെ, സോ 45,000 ഡിവൈഡഡ് ബൈ 15 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊല്ലത്തിൻ്റെ ഡിപ്രിസിയേഷൻ കിട്ടും. എന്നിട്ട് അതിൽ നിന്ന് മൾട്ടിപ്ലൈഡ് ബൈ 6/12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 മാസം ഡിപ്രിസിയേഷൻ കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 45,000 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 6/12 which is equal to 1,500 കിട്ടും. ഓക്കെ, സോ 6 മാസത്തെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1,500. സോ നമ്മൾ എന്ത് ചെയ്യും? 39,000 നിന്ന് ഈ ഒരു 1,500 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1st April 2014 ക്യാരിങ് വാല്യൂ കിട്ടും. സോ എത്രയാണ്? which is equal to 37,500. സോ 1st April 2014 ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത് 37,500 ആണ്. ഓക്കെ,
സോ നമുക്കിപ്പം ക്യാരിങ് വാല്യൂ കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ ആണ്. സോ അവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് The property is being marketed by a property agent at a price of $42 million. The expected cost to sell have been agreed at $1 million. And recent market transactions suggest that actual sales price achieved for this type of property in the current market conditions are 10% less than the price at which they are marketed. Okay. സോ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു പ്രോപ്പർട്ടീനെ അവർ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് $42 million ആണ്. ആൻഡ് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് ഏത് പ്രൈസിലാണോ അവർ ഈ ഒരു പ്രോപ്പർട്ടീനെ സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്തത് ആ പ്രൈസിൽ നിന്ന് 10% ലെസ് ആയിട്ടുള്ള എമൗണ്ടിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടീനെ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഓക്കെ. സോ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു 10% എത്രയാണ് ലെസ് വരുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. സോ $42 million അവർ മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പം അതിൽ നിന്ന് 10% കുറവായിട്ടുള്ള എമൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു പ്രോപ്പർട്ടീനെ സെല് ചെയ്യാൻ പറ്റുള്ളൂ. സോ 10% കുറവായിട്ടുള്ള എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പം ഈ ഒരു 42,000 എന്ന് പറയുന്നത് 100% ആണ്. ഓക്കെ. സോ 100%ൽ നിന്ന് 90% ആയ എമൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു പ്രോപ്പർട്ടീനെ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. സോ 42,000 ഡിവൈഡഡ് ബൈ 100 മൾട്ടിപ്ലൈഡ് ബൈ 90 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്രയാണ് എമൗണ്ട് വരുന്നതെന്ന് കിട്ടും. ഓക്കെ. സോ ഇപ്പോൾ 42,000 എന്ന് പറയുന്നത് 100% ഇരിക്കുന്നത്. നമുക്ക് 10% കുറവായിട്ടുള്ള എമൗണ്ട് മതി. സോ 10% കുറവായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 90% ആണ്. ഓക്കെ. സോ ഒരു 90% എത്രയാണ് വരുന്നതെന്നാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. സോ എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു 37,800. സോ 37,800 നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടീനെ സെല്ല് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ഇതിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ട് മൈനസ് ചെയ്യണം? കോസ്റ്റ് ടു സെല്ല് മൈനസ് ചെയ്യണം. ഓക്കെ. സോ കോസ്റ്റ് ടു സെല്ല് എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു $1 million. സോ 37,800 മൈനസ് 1,000 വിച്ച് ഈസ് ഈക്വൽ ടു 36,800 കിട്ടും. സോ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ എന്ന് പറയുന്നത് എത്രയാണ്? 36,800. ഓക്കെ. സോ നമുക്കിപ്പം ക്യാരിങ് വാല്യൂം കിട്ടി, അതുപോലെ എന്തും കിട്ടി? ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെല്ലും കിട്ടി. ഓക്കെ. സോ ഈ രണ്ട് എമൗണ്ട് കമ്പയർ ചെയ്ത സമയത്ത് ഏത് എമൗണ്ട് ആണ് ലോവർ? ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെല്ലാണ്. ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു 36,800. സോ 36,800 നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു NCA ഹെൽഡ് ഫോർ സെയിലിനെ എന്ത് ചെയ്യുന്നത്? വാല്യൂ ചെയ്യുന്നത്. സോ 36,800 എന്ന് പറഞ്ഞിട്ട് NCA ഹെൽഡ് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ കറന്റ് അസറ്റ്സിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യും? ഈ ഒരു NCA ഹെൽഡ് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ. ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെയാണ്. ഇപ്പം നമ്മളിപ്പം ക്യാരിങ് വാല്യൂം അതുപോലെ തന്നെ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെല്ല് നോക്കി. ഓക്കെ. സോ അവിടെ ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത് 37,500 ആണ്. ആൻഡ് ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെല്ല് എന്ന് പറയുന്നത് 36,800 ആണ്. ഓക്കെ. സോ ക്യാരിങ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെൽ. അവിടെ ക്യാരിങ് വാല്യൂ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെല്ലിനെ കാട്ടിലും കൂടുതലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം അവിടെ ഒരു ഇമ്പയർമെൻറ്റ് ലോസ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. സോ എത്രയാണ് ഇമ്പയർമെൻറ്റ് ലോസ് സംഭവിച്ചിട്ടുള്ളത്? അത് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു 37,500 മൈനസ് 36,800 ചെയ്യും. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര എമൗണ്ട് ആണ് കിട്ടുന്നത്? 700. സോ 700 ഇമ്പയർമെൻറ്റ് ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ എവിടെയാണ് കാണിക്കുക? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഇക്കൊല്ലം നമ്മളൊരു 6 മാസത്തെ ഡിപ്രിസിയേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളവിടെ ചാർജ് ചെയ്തിട്ടുണ്ട്. അതായത് 1st April 2014 ക്യാരിങ് വാല്യൂ ആയിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. ഓക്കെ. സോ ഇയർ സ്റ്റാർട്ട് മുതൽക്ക് 1st April 2014 വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പ്രോപ്പർട്ടീനെ ഡിപ്രിസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു 1,500. സോ ഒരു ഡിപ്രിസിയേഷൻ എമൗണ്ടായി 1,500 നമ്മൾ എവിടെയാണ് കാണിക്കുക? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ.